നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിൽ പോന്നേ? ഞങ്ങൾ 10 വർഷത്തിന് ശേഷമാണ് മൂകാംബികയ്ക്ക് പോകുന്നത്. ഹലോ ഗായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര ആദി. ഇന്ന് ഞങ്ങള് മൂകാംബിക പോകാണ് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും അക്കും. കുറെ കാലമായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ഇപ്പോഴാണൊന്ന് സെറ്റ് ആയത്. പെട്ടെന്നായിരുന്നു തീരുമാനം. പെട്ടെന്ന് അങ്ങോട്ട് പോയി വിശേഷങ്ങളൊക്കെ കാണാട്ടോ. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ മൂകാംബികയൊക്കെ പോകുമ്പോൾ ഞാനൊന്നും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ അമ്മയാണ് സെറ്റ് ചെയ്യുക. എൻ്റെ കാര്യം, അതുപോലെ എൻ്റെ അച്ഛൻ്റെ കാര്യം, അനിയത്തിൻ്റെ കാര്യം ഒക്കെ അമ്മയാണ് നോക്കുക. ഒന്നും ഞാൻ നോക്കണ്ട. ബട്ട് ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്ത് വെക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടെങ്കിൽ അവൻ്റെ ഡ്രസ്സും ഞാൻ തന്നെയാണ് എടുത്ത് വെക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോരോ ലൈഫ് ചേഞ്ച് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ എങ്ങനെയാണോ നടന്നത് അതുപോലെയല്ല ഇപ്പൊ ഞാനും അച്ചോട്ടനൊരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പക്ഷെങ്കിൽ വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സും കൂടി ഇപ്പൊ അച്ചോട്ടനാണ് എടുത്ത് വെക്കാറ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് തന്നെ ട്രിപ്പിന് പോകുമ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എൻ്റെ ബാഗിലേക്ക് എല്ലാ സാധനങ്ങളും ഞാനാണ് എടുത്തു വെച്ചത്. ബട്ട് നമ്മൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് എൻ്റെ ഡ്രസ്സും അച്ചോട്ടൻ്റെ ഡ്രസ്സും ഷൂസും മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അച്ചോട്ടനാണ് ജസ്റ്റ് ബാഗിലൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ നടക്കുന്നതാണ് നല്ലത്. എല്ലാം ഞാൻ വന്നതിന് ശേഷം നല്ല സ്മെല്ലല്ലേ അമ്മ? എൻ്റെ ഇതെടുത്തോ. എൻ്റെ ഇതെടുത്തോ. പെട്ടെന്ന് എൻ്റെ ചിരി മാറുന്നില്ല, ആ ഒരു സങ്കടത്തിൽ നിന്നും ചിരിയിലേക്ക് മാറുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയില്ലേ, അത് കള്ളക്കാഴ്ച എന്തോ കാണാണ്ടായിപ്പോയി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ പുതിയ ചെടി കണ്ടോ? സൂപ്പറല്ലേ ചെടി? ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വായിച്ചാണ് കേട്ടോ. നല്ല രസമില്ലേക്കണേ. അമ്മ എൻ്റെ ഇതെടുത്തു. അമ്മയുടെ മോനായത്, ചുറ്റോടെ മോനായത്. ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. രാവിലെ നമുക്ക് 8:20 തോന്നുന്നു. ഞാനും അമ്മയും കൂടെ അച്ഛനെ കളിയാക്കുന്നതാണ് കേട്ടോ. ചായ ലാസ്റ്റ് വാങ്ങിച്ചിട്ട് എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഊതി കുടിക്കും. അതുവരെ നമ്മൾ കാത്തു നിൽക്കണം. 8:15 വണ്ടിക്കാണ് നമ്മൾ മൂകാംബിക പോയത്. അങ്ങോട്ട് നമുക്ക് ഏതൊക്കെയോ സമയമുണ്ട്. നമ്മൾ 8:20 മംഗലാപുരം വണ്ടിക്ക് പോയിട്ട് അവിടുന്ന് ബൈദൂരേക്കുള്ള ഡയറക്റ്റ് വണ്ടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബൈദൂരിന്ന് ഡയറക്റ്റ് വണ്ടിയിലാണ് ഇങ്ങോട്ടേക്ക് വടകര വരെയുള്ള വണ്ടിയിലാണ്. ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വടകര റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൻ്റെ നെയിമും മറന്നുപോയി, ഓർമ്മയില്ല. എല്ലപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ ഉടനെ ഞാനൊരു ലേസും കൂടെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ട്രെയിനൊക്കെ കിട്ടി. പിന്നെ കുറേ ഉറങ്ങി. ഒരുപാട് നമ്മൾ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ബൈദൂർ എത്തിയത് 5 മണിക്കാണ്. അതെനിക്ക് നല്ല 4:45 5 മണിയാകുമ്പോഴാണ് നമ്മൾ ബൈദൂർ എത്തിയത്. പക്ഷേ ഇങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് നമുക്ക് ലേറ്റായി. രാവിലെ 3 മണീൻ്റെ വണ്ടി നമുക്ക് കിട്ടിയത് 2:20 നമ്മൾ എത്തിയത് 8 മണിക്കാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചായയും ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. എങ്ങനെയാക്കും ബസ് സ്റ്റാൻഡ് എന്ന് ചോദിക്കുക? ബസ് സ്റ്റാൻഡ് ഇല്ലിടൂ. എവിടേക്കോ ഒന്നും അറിയാതെ നടക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ 4 പൊട്ടന്മാർ. വേറെ പറതൊക്കെ ഇട്ടിട്ട് ലഗേജ് ഉള്ളത് കാരണം നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്തോ നല്ലൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ. പിന്നെ ഞങ്ങൾ ഒട്ടും ലേറ്റ് ആക്കിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നമ്മളങ്ങനെ വേഗം തന്നെ കുളിച്ച് ഫ്രഷായി നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. അമ്പലത്തിലേക്ക് പോയി നിങ്ങൾക്ക് രഥം അറിയില്ലേ? ഈ രഥം വലിക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിലൊക്കെ കയറി പൂവൊക്കെ തരും കേട്ടോ. അവിടെ നിന്ന് നമുക്ക്
രസമുണ്ട്. അവിടുന്ന് നമുക്കൊരു കഷായമൊക്കെ കിട്ടും കേട്ടോ, നല്ല അരിഷ്ടം പോലത്തെ. അത് കുടിച്ചാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറയുന്നത്. ഒരു 10 വർഷം മുമ്പ് കഴിച്ച ഫുഡാണ്. പക്ഷേ ആ ഒരു ടേസ്റ്റ് എനിക്ക് ആ ഒരു തപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. ഇന്ന് നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ 12 മണിക്ക് അച്ചോട്ടിന് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ അങ്ങനെ ടൈം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പോവാണ്. പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ നാട്ടിലേക്ക്. രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ ഓൾറെഡി അമ്മയോ അച്ഛനൊക്കെ നല്ല കലിപ്പിലാണ് കേട്ടോ ഉള്ളത്. കാരണം ഞങ്ങൾ എണീക്കാൻ തന്നെ 8 മണിയായി. 7, 7:30, 8 മണിയായി. ഇപ്പം സമയം എനിക്ക് തോന്നുന്നത് 9 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം, ഞാനും അക്കവും വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ്. നമ്മളെ മാറ്റാനൊക്കെ ഒത്തിരി സമയം എടുക്കും കേട്ടോ, അത് പെൺകുട്ടികൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരുങ്ങി വരാൻ വേണ്ടിയിട്ട് തന്നെ. മേക്കപ്പ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ എടുത്തിട്ട് ഇതിലിടുന്നതാണെങ്കിലുണ്ടല്ലോ ഇന്നൊന്നും തീരത്തില്ല. ചായ കുടിച്ചു കേട്ടോ. മസാല ദോശയായിരുന്നു കേട്ടോ. അവിടെ മസാല ദോശ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സ്വതവേ മസാല ദോശ തന്നെയാണ് കഴിക്കാറ്. തലദോശ വിട്ടുള്ള ഒരു കളിയില്ല. മസാല ദോശയും പിന്നെ നമ്മൾ വടയും വാങ്ങിച്ചു കേട്ടോ. 4 വടയും. കുത്തിയിട്ടില്ല. മൂക്കുത്തി വാങ്ങിക്കുക, പുതിയ മൂക്കുത്തി വാങ്ങിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു മൂക്കുത്തി പറയണ്ടായിരുന്നു. എനിക്ക് മൂക്കുത്തി കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടം. റിങ് വാങ്ങാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. സാരീൻ്റെ കൂടെ റിങ് ഇട്ട നല്ല ഭംഗി ഉണ്ടാവില്ലേ, അങ്ങനെ വാങ്ങാന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്ക് ഉള്ളിലേക്ക് 2 പ്രാവശ്യം കയറാൻ പറ്റി. കാരണം നമ്മൾ ക്യൂ നിന്നിട്ട് ഉള്ളിലേക്ക് കയറുന്നതും, അതുപോലെ രണ്ടാമതെന്ന് പറഞ്ഞത് അമ്മ ചരട് പൂജിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചരട് പൂജിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊടുത്തപ്പോൾ അവരുള്ളെന്ന് പറഞ്ഞു പുറത്താണ് ചരട് പൂജിക്കാൻ കൊടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അവിടെയുള്ള നല്ലൊരു സെക്യൂരിറ്റി ചേട്ടൻ കേട്ടോ, ആ ഉള്ളിലേക്ക് പോയി തിരുമേനിനെ കണ്ടു. തിരുമേനിൻ്റെ അടുത്ത് ചരട് കൊടുക്കുന്ന സമയം എൻ്റെ അടുത്ത് സൈഡിൽ നിന്ന് ഇത്തിരി സമയം എനിക്ക് അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ പൂജിച്ചു നമ്മൾ ഇറങ്ങി. പിന്നെ ഞാൻ തേങ്ങ നടക്കാൻ വേണ്ടി കുറച്ച് നോച്ചു. ചോദിക്കണം. കുടിച്ചോക്കെ തുറക്കേ അത്. കുടിച്ചക്കാ മുറിച്ച് നിന്ന് പിന്നെന്താ പറയാ.
ശ്രീ ശങ്കര കൃപ ഗസ്റ്റ് ഹൗസ്. നല്ല വെളുത്തായിട്ട് ഇതാണ്, തൊട്ടടുത്താണ് അമ്പലം. ഇതാണ് നമ്മളെ ഹോസ്റ്റൽ വരുന്നത്, അല്ല ക്വാർട്ടേഴ്സ് വരുന്നത്, ലോഡ്ജ് വരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് പോവാണ്. പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ നാട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. പോയി 2 ദിവസം മറക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് മാത്രം ട്രെയിനിലേക്ക് കയറുക, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പട്ടിണി കിടക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷെ ബിരിയാണി കിട്ടിയില്ല. ചപ്പാത്തിയും അതുപോലെ എന്തോ ഒരു കറിയും ആണ് നമുക്ക് കിട്ടിയത്. ചപ്പാത്തി എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ 3 എണ്ണം മാത്രമേ വാങ്ങി. പക്ഷെങ്കിൽ അവരെനിക്ക് കയ്യിൽ വെച്ച് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഏതോ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഏതോ ഒരു സമയത്ത് ചോറ് കിട്ടി. അതായത് അച്ഛനും അമ്മയും എനിക്ക് വായിൽ വെച്ചാണ് കേട്ടോ ചെയ്തത്. എനിക്ക് പണ്ടേ വാരി കഴിക്കാൻ മടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനാണ് വായിൽ വെച്ച് തരിക. बिरयानी चिकन फ्राई बिरयानी चाय वड़ा समोसा चाय वड़ा समोसा चाय. പിന്നെ ഞങ്ങൾ കുറേ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ടാറ്റാ.